പാറക്കുള ഭക്ഷണ ഓർമ്മ പുതുക്കി അവർ വീണ്ടും ഒത്തുകൂടി. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മാടായി ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം കൊണ്ടുവന്ന് സ്കൂളിനടുത്തുള്ള പാറക്കുളത്തിന് സമീപമിരുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കി. 80 വയസ്സുള്ളവർ പോലും അന്ന് കൊണ്ടുവന്ന് ഭക്ഷിച്ച തരത്തിലുള്ള ഇലയിൽ പൊതിഞ്ഞ ചോറും ഉപ്പിലിട്ട മാങ്ങയും ചമ്മന്തിയും ഉണക്കമുള്ളൻ ചുട്ടതും കൊണ്ടുവന്നാണ് അവർ ഒത്തുകൂടി ഭക്ഷിച്ചത്. ദാരിദ്ര്യത്തിന്റെ നാളുകൾ പരസ്പരം പറയുകയും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ പട്ടിണി അറിയിക്കാതെയാണ് രക്ഷിതാക്കൾ വളർത്തുന്നതെന്ന കാര്യം വിലയിരുത്തുകയും ചെയ്തു. അരനൂറ്റാണ്ട് കൊണ്ട് നമുക്ക് ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്, നമ്മളിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ PP കൃഷ്ണൻ മാഷ് ഈ 80 വയസ്സിലും ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ചെറു മനസ്സിലേക്ക് നമുക്കെല്ലാം ഒന്ന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ മാടായിപ്പാറയുടെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്, സൗഭാഗ്യമാണ്. ഈ ഹൃദയ തീർത്ഥത്തിന് അരികിലിരിക്കുമ്പോഴുണ്ടാകുന്ന മനസുഖം, ആ എനർജി, അത് തന്നെയാണ് ഈ വൈബ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരുപാട് കാലം കഴിയുമ്പോഴും നമുക്ക് തിരിച്ചൊന്ന് പോകുമ്പോൾ ഈ സഹപാഠികളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോഴുണ്ടാകുന്ന അന്നിരുന്ന അതേ ഇമേജിൽ ഇപ്പോൾ ഇവിടെ ഒരു മഴ വരികയാണെങ്കിൽ ആ കുടയും പിടിച്ചിരിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ മാടായിപ്പാറയിൽ കുടവിരിഞ്ഞ കാലം എന്ന ആ ഓർമ്മ നമുക്ക് വരുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ 4ാം തവണയാണ് ഈ ഒത്തുചേരൽ. പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായിരുന്ന സാമൂഹ്യ പ്രവർത്തകൻ PP കൃഷ്ണൻ മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥികളായ കവിയും പ്രഭാഷകനുമായ രാമകൃഷ്ണൻ കണ്ണോം, സിനി ആർട്ടിസ്റ്റ് ചന്ദ്രമോഹൻ മാടായി, ദേവകി കോറോക്കാരൻ, മനോഹരൻ വെങ്ങര, ഫസൽ കണ്ണൂർ, TP ചന്ദ്രശേഖരൻ, PI രമേശൻ, C പ്രേമലത എന്നിവർ നേതൃത്വം നൽകി. ഏറ്റവും നമുക്ക് നെസ്റ്റാൾജിയ എന്ന് പറഞ്ഞത് സ്ലേറ്റ് വായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മഷിത്തണ്ട് ഉണ്ടായിരുന്നു. ആ മഷിത്തണ്ട് നമ്മളെല്ലാവരും അതെടുത്തിട്ട് സ്ലേറ്റ് മായ്ച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഈ മഷിത്തണ്ട് കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നു, ആ മാടായി പറയുന്ന മഷിത്തണ്ടിൽ സ്ലേറ്റ് മായ്ച്ചതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ പണിയെടുക്കുന്ന പെൺകുട്ടീനോട് പറഞ്ഞു, നമ്മൾ മഷിത്തണ്ട് അതിനെ കൊണ്ടാണ് മായ്ച്ചു നീന്ന്. അപ്പോൾ ഓള് പറയുന്നത്, നിങ്ങളിപ്പോൾ വലിയ എന്താണ് മുസ്തഫ കമ്പനിയെല്ലാമായിട്ട് നിങ്ങൾ എങ്ങനെയെന്ന് റബ്ബറില്ലേന്ന് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, സ്ലേറ്റ് വായിക്കുന്നത് മഷിത്തൊണ്ടോടല്ലേ, റബ്ബറോട് വായിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ വെള്ളത്തോടല്ലേ വായിക്കല് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായിപ്പാറയിൽ നിന്നും T ബാബു, പഴയങ്ങാടി. നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.